തന്വിക്ക് ഇന്ന് അമ്മ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ ഗിഫ്റ്റ്? നല്ല ഭംഗിയുണ്ടോ കാണാൻ? കണ്ടോ റോസ്? അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ റോസ് എങ്ങനെയാ ഉണ്ടാക്കാന്നാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാട്ടോ ഈ റോസ് ഉണ്ടാക്കിയത്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ റോസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ റോസ് ഉണ്ടാക്കാന്ന് അമ്മ കാണിച്ചു തരട്ടെ തന്വിക്ക്? എങ്ങനെയാണ് ഈ റോസ് ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 8 ഷീറ്റ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ അട്ടിക്ക് തന്നെ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തു വെക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളൊരു സർക്കിൾ അല്ലെങ്കിൽ വട്ടം ഇതിൽ വരയ്ക്കാം. ഇതേപോലത്തെ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം നമുക്കിത് ഞാനൊരു സിസർ യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിൽ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം, അതായിരിക്കും സിമ്പിൾ. എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിത് കളർ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് പെൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സ്കെച്ച് പെൻ തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കർ യൂസ് ചെയ്യുക. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് 2 കളേഴ്സ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നീല കളർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിലായിട്ട് ഓറഞ്ച് കളർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ ചെയ്യുന്നത്. നമുക്ക് എന്ത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതുപോലെ വട്ടത്തിൽ നമുക്ക് ബോർഡർ കൊടുക്കാം. ചുമ്മാ അങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓറഞ്ചിനെ ജസ്റ്റ് ഒരു മിഡിൽ ലൈറ്റ് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ എല്ലാ ഷീറ്റിലും ഇതുപോലെ ചെയ്യണം. ഇങ്ങനെ 2 വട്ടം വരച്ചു ഞാനിപ്പോൾ എല്ലാ ടിഷ്യൂ പേപ്പറിലും. ഇങ്ങനെ വട്ടത്തിൽ എല്ലാത്തിൻ്റെയും ബോർഡറും അതുപോലെ തന്നെ ഇന്നറിലൊരു സർക്കിളും കൂടി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ എത്ര റൗണ്ട് കിട്ടിയെന്നറിയോ? 20 പെറ്റൽസാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഇതൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നിവർത്തിയിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പേപ്പർ മൊത്തം വെക്കാം. ബട്ടർ പേപ്പറിലേക്ക് ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുത്താലും മതി. അപ്പം എനിക്ക് വെള്ളം ഒന്ന് ഇവിടേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ടിഷ്യൂലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ ഫുള്ള് നനച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിഷ്യൂ പേപ്പേഴ്സ് മൊത്തം ഡ്രൈ ആവണം. അപ്പം നമുക്കിത് ഡ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെക്കാം, അല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടും ഡ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് പാൻ ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഞാനിതാ എല്ലാ ടിഷ്യൂ പേപ്പറും ഇപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി. അപ്പം ഞാൻ ഉണക്കിയത് പാന് ചൂടാക്കിയിട്ട് ഈ ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ച് കൊടുത്ത്. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവണം. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കാം. ഇതുപോലത്തെ ഒരു വൈൻ ഗ്ലാസ് എടുത്തിട്ട് ഫസ്റ്റത്തെ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. കാണുന്നില്ല, ഓരോ മടക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ടിഷ്യൂ പേപ്പർ വെക്കുന്നതിന് മുന്നേ ഒരു ഫെവിക്കോൾ ഒരു ഗം എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഗമ്മാക്കുക. അതിനുശേഷം ഇത് ഒട്ടിച്ചെടുക്കുക.
നെക്സ്റ്റ് ഇവിടെ ഗമ്മാക്കുക. അങ്ങനെ ഫുൾ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. കൃത്യം സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇതുപോലെ ചെയ്യാം. അത്യാവശ്യം നല്ല വലിയൊരു റോസാട്ടോ ആയത്. അപ്പോൾ ഒരു 15 പെറ്റൽസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാം ഇതൊരു 15-14 ഒക്കെ ഉള്ളൂ. ഇത് ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല അത്യാവശ്യം നല്ല വലിയ റോസായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ? വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.